അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ അലീനോട് പറയുന്നുണ്ട്, ചേച്ചി പോയി കഴിഞ്ഞാൽ ഇവിടെ സമാധാനം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഇനി പ്രശ്നങ്ങൾ കൂടാൻ പോണേ ഉള്ളൂ, അമ്മ ഒരിക്കലും താഴില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് വേണ്ട താക്കീത് കൊടുത്തിട്ടുണ്ട്, അമ്മ ഇനി വന്നാൽ കുറച്ച് ഒതുങ്ങിക്കോളും, കാരണം ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് 22 വർഷം മുന്നേ സംഭവിച്ച ജീവിതമൊക്കെ മെല്ലെ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അമ്മ വന്നിട്ട് നേരെ ഒതുങ്ങി കഴിഞ്ഞോളും എന്നൊക്കെ പറയുന്നത്, നീ ഒന്ന് സമാധാനിക്കുക, ഇപ്പം നമുക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ട് കടക്കുന്നുണ്ട്. എന്തായാലും കടക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി നാളെ മുതൽ ഈ വീട്ടിൽ ഒരു വെളിച്ചം ഉണ്ടാവില്ല, ഒക്കെ ഇരുട്ടായിരിക്കും, എനിക്ക് ആകെ വിഷമമാണ്, ചേച്ചിയുടെ ഒപ്പം ഞാനും വന്നാലോ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നത്, നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും മോളെ, എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ചൂണ്ടിക്കാണിക്കാനില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാൻ പറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുണ്ട്. നമ്മുടെ കൃഷ്ണമോൾക്കും വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആവണ സമയത്ത് നമ്മുടെ പോലീസ് വരുന്നുണ്ട്, ആനന്ദ് സുനന്ദയുടെ ഭർത്താവ് വരുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ അലീന വിചാരിക്കേണ്ട ആരെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വിചാരിച്ചിട്ട് പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പോലീസുകാരൻ പറയുന്നത്, ഞാൻ ആനന്ദ് ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ആംഗ്ലേ വരൂ എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് ഉള്ളിലേക്ക് വിളിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ എന്താ നീട്ടിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇല്ല പറയേണ്ട അലീന, എന്നാൽ ഞാൻ മേലെ പോയി കണ്ടോളാം എന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കേണ്ടത് മേലത്തെ റൈറ്റിൽ രണ്ടാമത്തെ റൂം എന്നൊക്കെ പറയേണ്ടത്. എന്തായാലും നമ്മുടെ ആനന്ദ് പോലീസ് മേലെ പോയിട്ട് ബാലചന്ദ്രൻ റൂം തട്ടുണ്ട്. ആ നീ എന്താടാ അന്ന് രാവിലെ തന്നെ ഈ പതിവൊന്നും ഇല്ലല്ലോ, നിനക്ക് എപ്പോഴും തിരക്കല്ലേ, നീ ഒന്ന് മനസ്സിലാക്കുക ബാലചന്ദ്ര, ഞാൻ ട്രാഫിക് പോലീസല്ലേ, എനിക്ക് അതിൻ്റെതായ തിരക്കില്ലേ, അതാണ് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തത്, വരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത് വരും ഇരിക്കും എന്നൊക്കെ പറയുന്നത്. എന്താ അപ്പോൾ വരാനുള്ള ഉദ്ദേശം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പോലീസ് പറയുന്നത്, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി കൊട്ടാരക്കരയ്ക്കാണ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മളത് പുനലൂരിൻ്റെ അടുത്തല്ലേ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ, അതെ അടുത്താണെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്തല്ലേ വിചാരിച്ചിട്ട് സമാധാനിക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അലീന ചായ കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇവിടുന്ന് പോവാണെന്ന് പറയുന്നുണ്ട്. എവിടേക്കാന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ കുളത്തൂർ പുഴയ്ക്ക് പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോയി വരാൻ പറയുന്നത് നമ്മുടെ ആനന്ദ് പോലീസ്. അലീന അത് പറഞ്ഞിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ബാലചന്ദ്രൻ പറയുന്നത്, ഞാൻ എന്തായാലും ഗോവർദ്ധൻ എന്ന് വിളിക്കട്ടെ, നിന്നെ വെറും കൈ കൊണ്ട് വിടാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും നിനക്ക് സമ്മാനം തരാമെന്ന് പറയുന്നത് നമ്മുടെ ആനന്ദിനോട്. എന്തായാലും അലീന താഴെ പോയി മീറ്റടിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, എന്താ ചേച്ചി ചെയ്യണേ രാവിലെ തന്നെ, ചേച്ചി ഇന്ന് പോവല്ലേ, ചേച്ചി ഇതൊന്നും ചെയ്യണ്ട പറയുന്നത്. എന്തായാലും നമ്മുടെ അലീന കൂട്ടാക്കണില്ല. എന്തായാലും ഉള്ളിൽ പോയിട്ട് നമ്മുടെ ബബിതോട് പറയുന്നുണ്ട്. എന്തായാലും ബബിത ചൂലൊക്കെ വാങ്ങിയിട്ട് പറയുന്നുണ്ട്, ഞാൻ അടിച്ചോളാം, ചേച്ചിയുടെ ജോലി ഇന്നത്തോടു കൂടി രാജിവെച്ചു, ഇനി ചേച്ചി അവിടെ പോയി മിറ്റടിച്ചോ എന്ന് പറയുന്നത്. ആ സമയത്ത് അലീന പറയുന്നത്, അവിടെ മിറ്റല്ലെങ്കിലോ, അതെന്താ ചേച്ചി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ഉള്ളിലേക്ക് വിടുന്നുണ്ട്. എന്തായാലും ഉള്ളിൽ വന്നിട്ട് അലീന അടുക്കളയിൽ കയറുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കുന്നു, ചേച്ചി എന്താ അവിടെ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ, ഞാൻ ചായ വെക്കാൻ പോവാ, ചേച്ചി ഒന്നും വെക്കണണ്ട, ചേച്ചി ഇന്ന് അടുക്കളയിൽ കയറണ്ട, ചേച്ചി പോവല്ലേ, ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നെ ഒഴിവാക്കുക അല്ലേ, ചേച്ചിയല്ലേ ഞങ്ങളെയൊക്കെ ഒഴിവാക്കണം, ഞങ്ങളല്ലോ ചേച്ചിയോട് പോകാൻ പറഞ്ഞു, ചേച്ചിയായിട്ട് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. അലീന അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് പോലീസ് യാത്രയൊക്കെ പറഞ്ഞു പോകേണ്ട. ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞു, വല്ലാതെ അവിടെ ചെന്ന് കള്ള് കുടിക്കാനൊക്കെ നിൽക്കണ്ട, എൻ്റെ കാറിൽ തന്നെ കേട്, ഇനി സുനന്ദയും കൂടി ഇല്ല അവിടെ എന്നെ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ ആനന്ദ് പോലീസ് ഇല്ല, എത്രയും പെട്ടെന്ന് സുനന്ദയും മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ആനന്ദ് പോലീസ് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും അടുക്കളയിൽ കയറേണ്ട, ചേച്ചി പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോ, ഒക്കെ പുറപ്പെടാൻ നോക്കിക്കോ, കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആവാൻ നോക്കിക്കോ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ അലീന റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിലാണെങ്കിൽ സാരിയും വാളിയൊക്കെ കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. എന്തായാലും അവളുടെ സാധനങ്ങൾ മുഴുവൻ ഡ്രസ്സും ബ്രിജിത്ത അമ്മമ്മയുടെ ഫോട്ടോയും അവളുടെ സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെക്കുന്നുണ്ട്. എന്തായാലും അവൾ ഒരുങ്ങാൻ പുറപ്പുണ്ട്. അവൾക്കാണെങ്കിൽ വല്ലാതെ വിഷമം സഹിക്കാൻ പറ്റണില്ല. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.